പെറ്റൂണിയയുടെ ഫ്ലവറിങ് ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ കുറച്ച് പെറ്റൂണിയ പ്ലാന്റ് ആണ്. നേരത്തെ കുറച്ചധികം ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ദേ ഇതുപോലെയാണ് നമ്മുടെ പ്ലാന്റ്സ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളോടും കൂടി ഞാൻ എന്താ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരാവേ. നമ്മുടെ പെറ്റൂണിയയ്ക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് പറഞ്ഞാൽ സൺലൈറ്റ്, ഒരു 6 മണിക്കൂർ സൺലൈറ്റ് എങ്കിലും നമ്മുടെ പെറ്റൂണിയയ്ക്ക് കിട്ടുന്ന തരത്തിലായിരിക്കണം നമ്മളെപ്പോഴും സെറ്റ് ചെയ്ത് വയ്ക്കുന്നത്. ഇപ്പോൾ ഞാനിത് കുറച്ച് ഉള്ളിലോട്ടാണ് ഇട്ടിരിക്കുന്നത്. മഴ വന്നതോടുകൂടി പെറ്റൂണിയ കുറച്ച് ഉള്ളിലോട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് ഫ്ലവേഴ്സ് വേണമെന്നുള്ളവരാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ടിപ്സ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക കേട്ടോ. ഫസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ മാക്സിമം സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിലായിരിക്കണം നമ്മുടെ പെറ്റൂണിയയുടെ പ്ലാന്റ്സ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. പെറ്റൂണിയ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഒരു സൺ ലവർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവേ. നമ്മുടെ പെറ്റൂണിയയിൽ പൂക്കൾ കുറവാണെങ്കിൽ ഒരു കാര്യം ഓർത്തോളൂ, നമ്മുടെ പ്ലാന്റ്സിന് വേണ്ടത്ര സൺലൈറ്റ് കിട്ടുന്നില്ല. കൂടിപ്പോയാൽ ഒരു 6 മണിക്കൂർ നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്തായിരിക്കണം സെറ്റ് ചെയ്ത് വയ്ക്കേണ്ടത്. പിന്നെ നമ്മുടെ ഈ ഒരു ലീഫിൽ ഞാനിപ്പോൾ കാണിച്ചു തന്നല്ലോ യെല്ലോ കളർ, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഞാൻ വീഡിയോയിലൂടെ അതിൻ്റെ റീസൺസൊക്കെ പറഞ്ഞു തരാം. രണ്ടാമത് നമ്മൾ നോക്കേണ്ടത്, പെറ്റൂണിയയിൽ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാവണമെങ്കിൽ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വാട്ടറിൻ്റെ കൺസിസ്റ്റൻസിയാണ് കേട്ടോ. നമ്മുടെ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് നിന്നാൽ മാത്രമാണ് നമുക്ക് എപ്പോഴും ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ ബേസ് ആയിട്ടുള്ള പോട്ടിംഗ് മിക്സിൽ നമ്മളൊരു ശ്രദ്ധ കൊടുക്കണവേ. അപ്പോൾ അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് നീർവാഴ്ചയുള്ള മണ്ണ് വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഒട്ടും പശപ്പശപ്പുള്ള മണ്ണ് സെലക്ട് ചെയ്യരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമ്മുടെ പോട്ടിംഗ് മിക്സ് പെട്ടെന്ന് തന്നെ വെള്ളം വാർന്ന് പോയി ഡ്രൈ ആവുമ്പോൾ നമ്മുടെ വേരിലൊന്നും ഭയങ്കര അഴുകലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. വാട്ടറിൻ്റെ കൺസിസ്റ്റൻസി പ്രധാനമാണ് നമ്മുടെ പെറ്റൂണിയ കെയറിൽ വരുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കറക്റ്റായിട്ടുള്ള പ്രൂണിങ് നമ്മളെ പെറ്റൂണിയയ്ക്ക് ചെയ്ത് കൊടുത്തിരിക്കണം. ഒരു ഫ്ലവർ ആയിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിനെ കട്ട് ചെയ്ത് കളയുക, അല്ലെങ്കിൽ ആ ഒരു പ്ലാന്റ് ആ ഒരു സീഡ് പോഡിൽ സീഡ് ജനറേറ്റ് ചെയ്യാനായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, പ്ലാന്റിൽ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് കുറയും. അപ്പോൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ട്രിം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാകുമ്പോഴത്തേക്കും കൂടുതൽ ബ്രാഞ്ചസ് വന്നിട്ട് അതിലെല്ലാം ഇങ്ങനെ ഫ്ലവേഴ്സ് ഉണ്ടായി വരും. പിന്നെ നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊടുക്കുന്ന ഫെർട്ടിലൈസറാണ്. ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് ഫോസ്ഫറസിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള ഫെർട്ടിലൈസർ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ഒരു 7 അല്ലെങ്കിൽ 14 ഈ 2 ഡേയ്സിനിടയ്ക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കാനായിട്ട്. കൂടുതലും ഈ നൈട്രജൻ കൂടുതലായിട്ടുള്ള ഫെർട്ടിലൈസർ അവോയ്ഡ് ചെയ്യുക കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ ലീഫായിരിക്കും കൂടുതലായിട്ട് പ്ലാന്റ്സിൽ ഉണ്ടാവുന്നത്. ആ ഒരു പ്ലാന്റ് ലീഫ് ഗ്രോത്തിനായിരിക്കും കൂടുതൽ ടെൻഡൻസി കൊടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഫോസ്ഫറസ് കൂടുതലായിട്ടുള്ള വളങ്ങൾ കൊടുക്കുക. പിന്നെ വരുന്നത് ഞാൻ ഈ പറഞ്ഞത് കൂട്ടിന് പെറ്റൂണിയയുടെ ലീഫിൽ യെല്ലോ കളർ ആകുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം, അയൺ സപ്ലിമെൻറ്റ് കൊടുക്കുക. അയൺ കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ആ ഒരു യെല്ലോ കളറൊക്കെ മാറിയിട്ട് നമ്മുടെ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് വരുവേ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പെറ്റൂണിയയിൽ നമ്മൾ വളങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, വളങ്ങൾ മസ്റ്റായിട്ട് നമ്മൾ കൊടുക്കുക. പെറ്റൂണിയ എന്ന് പറയുന്നത് ഒരു ഹംഗ്രി പ്ലാന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കരമായിട്ട് ഇങ്ങനെ വിശപ്പുള്ളൊരു പ്ലാന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ കറക്റ്റായിട്ടും ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഫെർട്ടിലൈസർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റിനെ നമുക്ക് എപ്പോഴും ഹെൽത്തി ആക്കി വയ്ക്കാനും പറ്റും. ഇതുപോലെ തോരാതെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുവേ. ഇപ്പോൾ എൻ്റെ പ്ലാന്റ്സിൽ മെയിനായിട്ട് പ്രശ്നമെന്ന് പറഞ്ഞാൽ സൺലൈറ്റ് കിട്ടുന്നില്ല. കാരണം ഇപ്പോൾ അറിയാമല്ലോ നല്ല മഴയാണ്. ആ ഒരു ടൈമിൽ നമ്മുടെ പ്ലാന്റ്സിന് സൺലൈറ്റ് കുറവായിരിക്കും കിട്ടുന്നത്. ഇത് ഞാൻ കുറച്ചുകൂടി നേരത്തെ എടുത്ത വീഡിയോ ആണ്. അതാണ് ഇത്രയും ഫ്ലവേഴ്സ് കാണിക്കുന്നത്. എക്സാക്റ്റായിട്ട് സൺലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തൊരു ടൈമിലുണ്ടായിരുന്നൊരു വീഡിയോയുടെ ബിറ്റാണ് കേട്ടോ ഇതിനിടയ്ക്ക് വന്നിട്ടുള്ളത്. ആദ്യം കാണിച്ചതാണ് നമ്മുടെ കറണ്ട് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഐഡിയാസ് എല്ലാം നോക്കിയിട്ട് വേണം നമ്മുടെ പ്ലാന്റിന് കെയർ കൊടുക്കാനായിട്ട്. പിന്നെ മസ്റ്റായിട്ട് ഞാൻ പറഞ്ഞതുപോലെ നന്നായിട്ട് വെയിലുള്ള ഭാഗത്തായിരിക്കണം നമ്മുടെ പെറ്റൂണിയ കിടക്കേണ്ടത്. അത് ഏതൊരു ചെടിയോ ആയിക്കോട്ടെ, അത്യാവശ്യം വെയിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പ്ലാന്റ്സ് ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലായിരിക്കും. എൻ്റെ ലാവണ്ടർ വൈറ്റ് മില്യൺ മിൽസ് നന്ന വെയിലുള്ള സ്ഥലത്തിരുന്നിട്ടാണ്
അത്രയേറെ ആ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് വന്നത്. ഇപ്പോൾ ഈ മഴ ആയതോടുകൂടി ഞാൻ ആ പ്ലാന്റ്സിനെ അവിടെ നിന്ന് എടുത്ത് മാറ്റിയപ്പോൾ അതിൻ്റെ ഗ്രോത്ത് ചെറുതായിട്ടൊന്ന് സ്റ്റണ്ടായിട്ട് നിൽപ്പുണ്ട്. ഈ ഒരു മഴ ടൈം കഴിഞ്ഞിട്ട് വേണം തിരിച്ച് എല്ലാത്തിനെയും വെയിലത്തേക്ക് കൊണ്ട് മാറ്റാനായിട്ട്. നന്നായിട്ട് നമ്മൾ വെയിൽ കിട്ടുന്നൊരു സ്ഥലത്ത് പെറ്റൂണിയ വെച്ചാൽ നമുക്ക് ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ പറഞ്ഞ കൂട്ടിന് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഹെയറിനൊക്കെ കൊടുക്കുന്നില്ല ഒരു ഹെയർ കട്ട് പോലെ നമ്മുടെ പെറ്റൂണിയയ്ക്കും നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ എൻഡും കാര്യങ്ങളൊക്കെ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുക. നല്ലൊരു മഴ വന്നേ ഈ ഒരു ടൈമിൽ. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് എല്ലാം ഇതുപോലെയാണ് കിടക്കുന്നത്. മഴത്തുള്ളികളൊന്നും അടിക്കാണ്ട് നമ്മൾ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ഉള്ളിലേക്ക് ഇട്ടിരിക്കുമ്പോൾ വെയിൽ ഇങ്ങോട്ടേക്ക് അടിക്കുന്നതും കുറവാണ്. അപ്പോൾ അതാണ് നമ്മുടെ പ്ലാന്റ്സിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. പ്ലാന്റൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽപ്പുണ്ട്. ഇതാണ് നമുക്ക് വെയിലിൻ്റെ ഒരു അഭാവമാണ് ഇപ്പോൾ നമുക്ക് പൂക്കൾ ഉണ്ടാവാത്തത്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നന്നായിട്ട് കട്ട് ചെയ്ത് വിടുക. നമ്മൾ ഈ പഴയ ബഡ്സൊക്കെ ഇരിക്കുമ്പോൾ അതിൽ സീഡ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ പ്ലാന്റ്സ് കൂടുതൽ കെയർ കൊടുക്കുകയും കൂടുതലും ഫ്ലവർ ഉണ്ടാവാതിരിക്കുകയൊക്കെ ചെയ്യുക.